യുക്രൈൻ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ കടുത്ത പോരാട്ടം തുടരുന്നതിനിടെ എണ്ണ പൈപ്പ്ലൈൻ തർക്കവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ സഖ്യകക്ഷികൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് പ്രസിഡന്റ് സെലൻസ്കി കുറ്റപ്പെടുത്തി. സഹായം നൽകുന്നതിന് പകരമായി ചില നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ സഖ്യകക്ഷികൾ ശ്രമിക്കുന്നു എന്നാണ് സെലൻസ്കിയുടെ ആരോപണം. റഷ്യയിൽ നിന്ന് യുക്രൈൻ വഴി ഹംഗറിയിലേക്കും സ്ലോവാക്യയിലേക്കും എണ്ണ എത്തിക്കുന്ന ദ്രുഷ്ബ ഓയിൽ പൈപ്പ്ലൈന് ജനുവരി അവസാനം നടന്ന റഷ്യൻ വ്യോമാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈൻ അവകാശപ്പെടുന്നു. ഇത് നന്നാക്കാൻ ഏകദേശം 6 ആഴ്ചയോളം സമയമെടുക്കുമെന്നാണ് അവർ പറയുന്നത്. പൈപ്പ്ലൈൻ തകരാറിലായതിനെ തുടർന്ന് എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ സഖ്യകക്ഷികൾ യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ് പ്രസിഡന്റ് സെലൻസ്കി ആരോപിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യുക്രൈൻ വഴി റഷ്യൻ എണ്ണ കടത്തിവിടാൻ നിർബന്ധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. പൈപ്പ്ലൈൻ തുറക്കുന്നതുവരെ യുക്രൈനുള്ള 90 ബില്യൺ യൂറോയുടെ ലോൺ ഹംഗറി തടഞ്ഞുവച്ചിരിക്കുകയാണ്. എണ്ണ വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ യുക്രൈനിലേക്കുള്ള അടിയന്തര വൈദ്യുതി വിതരണം നിർത്തിവെക്കുമെന്ന് സ്ലോവാക്യ ഭീഷണിപ്പെടുത്തി. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണി ശാന്തമാക്കാൻ റഷ്യൻ എണ്ണയുടെ മേലുള്ള ചില നിയന്ത്രണങ്ങൾ അമേരിക്ക അയവ് വരുത്തിയിരുന്നു. എന്നാൽ ഇത് റഷ്യയെ സഹായിക്കുമെന്നാണ് സെലൻസ്കിയുടെ പക്ഷം. പൈപ്പ്ലൈനിലെ കേടുപാടുകൾ നേരിട്ട് പരിശോധിക്കാൻ അന്താരാഷ്ട്ര സംഘത്തെ അനുവദിക്കണമെന്ന് യൂറോപ്യൻ കമ്മീഷൻ ആവശ്യപ്പെട്ടെങ്കിലും യുക്രൈൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. 2026 മാർച്ച് 15-ന് ബംഗ്ലാദേശ് സർക്കാർ തങ്ങളുടെ 9 ദിവസത്തെ ഇന്ധന റേഷനിംഗ് നയം ഔദ്യോഗികമായി പിൻവലിച്ചു. ഇതോടെ ഉപഭോക്താക്കൾക്ക് അളവ് നിയന്ത്രണങ്ങളില്ലാതെ പെട്രോളും ഡീസലും വീണ്ടും വാങ്ങാൻ സാധിക്കും. കൂടുതൽ എണ്ണക്കപ്പലുകൾ എത്തിയതോടെ രാജ്യത്തെ ഇന്ധനശേഖരം സുരക്ഷിതമായ നിലയിലായി. ഇസ്രായേൽ സേന പലസ്തീൻ മുസ്ലിം വിശ്വാസികൾക്ക് അൽ-അക്സ മോസ്കിലേക്ക് പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. റമദാൻ മാസത്തോടനുബന്ധിച്ച് പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശ്വാസികൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവർക്കും കിഴക്കൻ ജെറുസലേമിലെ യുവാക്കൾക്കും പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ അധികൃതർ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പലസ്തീൻ ഭരണകൂടം ആരോപിക്കുന്നു.